സെയിന്റ് തോമസ് AD 52 കേരളത്തിലെത്തി എന്ന വിശ്വാസം കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. പക്ഷേ ചരിത്രപരമായി ഇത് ഇന്നും വലിയ ചർച്ചാവിഷയമാണ്. കാരണം ഇതിന് അനുകൂലമായ ചില സൂചനകളുമുണ്ട്, അതേസമയം നേരിട്ടുള്ള ഉറച്ച തെളിവുകൾ കുറവാണെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നു. ഈ വിശ്വാസത്തിന് അനുകൂലമായി പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത് പുരാതന ക്രൈസ്തവ പാരമ്പര്യമായതിനാൽ തന്നെയാണ്. കേരളത്തിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ നൂറ്റാണ്ടുകളായി തോമസ് ഇന്ത്യയിലെത്തി സഭകൾ സ്ഥാപിച്ചു എന്നത് പാരമ്പര്യമായി തന്നെ കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഈ വിശ്വാസം വളരെ പഴക്കമുള്ളതാണെന്നത് ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നതാണ്. രണ്ടാമതായി പുരാതന ഗ്രന്ഥങ്ങളാണ്. AD 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായി കരുതുന്ന ആക്ട്സ് ഓഫ് തോമസ് എന്ന ഗ്രന്ഥത്തിൽ തോമസ് കിഴക്കൻ ദേശങ്ങളിലേക്ക് പോയതായും ഇന്ത്യയുമായി ബന്ധപ്പെട്ടതായുള്ള വിവരണങ്ങളുമുണ്ട്. എന്നാൽ ഇത് മതപരമായ ഒരു ഗ്രന്ഥമാണ്. മുഴുവൻ ചരിത്രരേഖയായി പല ഗവേഷകരും അംഗീകരിക്കുന്ന ഒന്നല്ലിത്. അതുകൊണ്ട് ഇത് ഒരു സൂചന മാത്രമാണെന്നാണ് പലരുടെയും നിലപാട്. മൂന്നാമതായി പഴയ വ്യാപാര ബന്ധങ്ങളാണ്. റോമൻ സാമ്രാജ്യവും മധ്യപൂർവ്വദേശവും കേരളവുമായി ശക്തമായ വ്യാപാരബന്ധം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യപൂർവ്വദേശത്തു നിന്നുള്ള ഒരാൾ കേരളത്തിലെത്തുക അസാധ്യമായ കാര്യമല്ല എന്നതാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. അന്നത്തെ മുസിരിസ് തുറമുഖം ലോകത്തെ ശ്രദ്ധേയമായ വ്യാപാര കേന്ദ്രം കൂടിയാണ് എന്നതും ഓർക്കേണ്ട ഒന്നാണ്. നാലാമതായി പഴയ ക്രൈസ്തവ സമൂഹങ്ങളുടെ സാന്നിധ്യമാണ്. കേരളത്തിൽ വളരെ പഴക്കമുള്ള സുറിയാനി ക്രൈസ്തവ പാരമ്പര്യവും പൂർവേഷ്യൻ സഭാ സ്വാധീനവുമെല്ലാം പ്രാചീന ആരാധനാരീതികളായി കാണപ്പെടുന്നു. ഇത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വളരെ പഴയ വേരുകളുണ്ടെന്നതിന് ചിലർ തെളിവായി കാണുന്നു. എന്നാൽ ഇതിനെയെല്ലാം എതിർക്കുന്ന പല ചരിത്രകാരന്മാരും ഈ വാദത്തെല്ലാം സംശയത്തോടെയാണ് കാണുന്നത്. അവരുടെ പ്രധാന എതിർവാദങ്ങളിൽ ഒന്ന് നേരിട്ടുള്ള ചരിത്രരേഖകളൊന്നുമില്ല എന്നതാണ്. AD 1-ാം നൂറ്റാണ്ടിൽ തോമസ് കേരളത്തിലെത്തി എന്നത് തെളിയിക്കുന്ന ഔദ്യോഗിക റോമൻ രേഖകളോ ഇന്ത്യൻ ശിലാലിഖിതങ്ങളോ മറ്റു രേഖകളോ ഒന്നും തന്നെ ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിമർശനം. രണ്ടാമതായി ഇന്ത്യ എന്ന വാക്കിന്റെ ആശയക്കുഴപ്പം. ചില ഗവേഷകർ പറയുന്നത് പുരാതന ഗ്രന്ഥങ്ങളിലെ ഇന്ത്യ എന്നത് ഇന്നത്തെ ഇന്ത്യയെ മാത്രമല്ല സൂചിപ്പിച്ചിരുന്നത്. അത് ചിലപ്പോൾ എത്യോപ്യ, അറേബ്യ, പാർത്തിയൻ എന്നീ പ്രദേശങ്ങൾക്കും ഉപയോഗിച്ചിരുന്നുവെന്നാണ് വാദം. മൂന്നാമതായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പിന്നീട് രൂപപ്പെട്ടതാകാം എന്നാണ്. ചില ചരിത്രകാരന്മാർ കരുതുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം 1-ാം നൂറ്റാണ്ടിലല്ല, പിന്നീട് പേർഷ്യൻ, സുറിയാനി വ്യാപാരികളുടെ സ്വാധീനത്തിലൂടെയാകാം രൂപപ്പെട്ടത്. അഥവാ തോമസ് നേരിട്ട് വന്നതല്ല, പിന്നീട് ക്രൈസ്തവം വ്യാപിച്ചതായേക്കാം എന്നാണ് കരുതുന്നത്. ഇന്നത്തെ ചരിത്രപഠനങ്ങളുടെ നിലപാട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പൊതുവെ 3 നിലപാടുകളാണ് കാണുന്നത്. 1. വിശ്വാസപരമായ നിലപാട്. തോമസ് കേരളത്തിലെത്തി എന്ന ഉറച്ച വിശ്വാസം. 2. മിതമായ ചരിത്ര നിലപാട്. ഇതിന് ചില സൂചനകളുണ്ട്, പക്ഷേ പൂർണ്ണ തെളിവില്ല. 3. സംശയാത്മക നിലപാട്. ഇത് പിന്നീട് രൂപപ്പെട്ട പാരമ്പര്യ കഥയായിരിക്കാം എന്നത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്രൈസ്തവ സമൂഹങ്ങളിലൊന്നാണെന്ന് പല ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നു. തോമസ് നേരിട്ട് വന്നോ ഇല്ലയോ എന്ന ചർച്ച തുടരുമ്പോഴും മധ്യപൂർവ്വദേശവുമായി കേരളത്തിനുണ്ടായിരുന്ന ബന്ധം, പുരാതന സുറിയാനി പാരമ്പര്യം, പഴയ ക്രൈസ്തവ സാന്നിധ്യം ഇവയെല്ലാം ചരിത്രപരമായി ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് എന്താണ് ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തോന്നുന്നത്? സെയിന്റ് തോമസ് കേരളത്തിൽ വന്നോ അതോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും വീഡിയോയിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്തുമെന്നും ആഗ്രഹിക്കുന്നു.